ആദ്യം ബാറ്റ് ചെയ്ത് 246 റൺസ് വിജയലക്ഷ്യമുയർത്തി മടങ്ങുമ്പോൾ ഇങ്ങനെ ഒരു ആന്റി ക്ലൈമാക്സ് പഞ്ചാബ് കിങ്സ് സ്വപ്നത്തിൽ പോലും കണ്ടിട്ടുണ്ടാവില്ല. പഞ്ചാബിന്റെ വെടിക്കെട്ടിന് അതേ നാണയത്തിൽ ഹൈദരാബാദിന്റെ തിരിച്ചടി വന്നു. അഭിഷേക് ശർമ്മയും ട്രാവിസ് ഹെഡും അടിച്ചു തകർത്തപ്പോൾ ഹൈദരാബാദിന് ചരിത്ര ജയം തന്നെ ലഭിച്ചു. 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി ഹൈദരാബാദ് 246 റൺസ് എന്ന ലക്ഷ്യത്തിലെത്തി. IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും മികച്ച ചേസിങ്ങുകളിൽ ഒന്നാണ് രാജീവ് ഗാന്ധി സ്റ്റേഡിയം കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. പഞ്ചാബ് ഉയർത്തിയ കൂറ്റൻ വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റ് ചെയ്യുമ്പോൾ ഹൈദരാബാദ് ഓപ്പണർമാരുടെ മുഖത്ത് ആശങ്കയുണ്ടായിരുന്നില്ല. മറിച്ച് ലക്ഷ്യം മറികടക്കാനെന്നുള്ള ആത്മവിശ്വാസം മാത്രമായിരുന്നു. അത് അനർത്ഥമാക്കുന്ന കാഴ്ചയായിരുന്നു പിന്നീട് രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തിൽ കണ്ടത്. ട്രാവിസ് ഹെഡും അഭിഷേക് ശർമ്മയും കത്തിക്കയറി. സൺറൈസേഴ്സ് ആദ്യ 4 ഓവറിൽ തന്നെ 50-ലെത്തി. പവർ പ്ലേ കഴിയുമ്പോൾ സ്കോർ 83-ലും. അഭിഷേക് ശർമ്മയായിരുന്നു കൂടുതൽ അപകടകാരി. 7-ാം ഓവറിൽ അഭിഷേക് അർദ്ധ സെഞ്ചുറി തികച്ചു, അതും 19 പന്തിൽ നിന്നും. പിന്നീട് ട്രാവിസ് ഹെഡിന്റെ ഊഴമായിരുന്നു. ഹെഡും അടിച്ചു തകർത്തതോടെ ടീം 8 ഓവറിൽ 109-ലെത്തി. പിന്നീട് പഞ്ചാബ് ബോളർമാർ നിലം തൊട്ടില്ല. എറിഞ്ഞ ബോളർമാരെല്ലാം നന്നായി തല്ലുവാങ്ങി. 10 ഓവർ പൂർത്തിയായപ്പോൾ വിക്കറ്റ് നഷ്ടമില്ലാതെ ഹൈദരാബാദ് 143 റൺസ് എടുത്തു. അതായത് 60 പന്തിൽ ജയിക്കാൻ വേണ്ടത് 103 റൺസ്. ഒടുക്കം ടീം സ്കോർ 171-ൽ നിൽക്കുമ്പോഴാണ് ഹൈദരാബാദിന്റെ ആദ്യ വിക്കറ്റ് വീഴുന്നത്. 37 പന്തിൽ നിന്നും 9 ഫോറും 3 സിക്സറും ഉൾപ്പെടെ 66 റൺസ് എടുത്താണ് ഹെഡ് മടങ്ങിയത്. IPL ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന 2ാമത്തെ ഓപ്പണിംഗ് വിക്കറ്റിലെ കൂട്ടുകെട്ടാണ് ഇരുവരും ചേർന്ന് പടുത്തുയർത്തിയത്. പിന്നാലെ അഭിഷേക് ശർമ്മ സെഞ്ചുറി പൂർത്തിയാക്കി. 40 പന്തിൽ നിന്നും താരം 3 അക്കം കടന്നത്. പിന്നാലെ മൂന്നാമനായി ഇറങ്ങിയ ഹെൻറിച്ച് ക്ലാസിനെ ഒരു വശത്ത് നിർത്തി അഭിഷേക് വെടിക്കെട്ട് തുടർന്നു. പഞ്ചാബ് താരങ്ങൾക്ക് അത് നോക്കി നിൽക്കാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. 17-ാം ഓവറിൽ അർഷ്ദീപ് സിംഗിന്റെ പന്തിൽ പുറത്തായി അഭിഷേക് കൂടാരം കയറുമ്പോൾ SRH സ്കോർ 222-ലെത്തിയിരുന്നു. പിന്നീട് ക്ലാസനും ഇഷാൻ കിഷാനും ടീമിനെ വിജയത്തിലെത്തിച്ചു. 18-ാം ഓവറിലെ 3-ാം ബോളിൽ 2 വിക്കറ്റ് നഷ്ടത്തിലാണ് ഹൈദരാബാദ് ലക്ഷ്യത്തിലെത്തിയത്. ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് നിശ്ചിത 20 ഓവറിൽ പഞ്ചാബ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 245 റൺസ് എടുത്തു. ടോസ് നേടി ബാറ്റിംഗിന് ഇറങ്ങിയ പഞ്ചാബിൻ്റേത് ഉജ്ജ്വല തുടക്കമായിരുന്നു. ഓപ്പണർമാരായ പ്രിയാൻഷ് ആര്യനും പ്രിപ്സിമ്രാൻ സിംഗും വെടിക്കെട്ട് തിരികൊളുത്തി. അതോടെ 3 ഓവറിൽ തന്നെ ടീം 50-ലെത്തി. 4-ാം ഓവറിൽ പ്രിയാൻഷ് ആര്യയെ നഷ്ടമായെങ്കിലും മൂന്നാമനായി ഇറങ്ങിയ ശ്രേയസ് അയ്യരും വെടിക്കെട്ട് ബാറ്റിംഗ് കാഴ്ചവെച്ചതോടെ സ്കോർ കുതിച്ചുയർന്നു. 13 പന്തിൽ 36 റൺസ് എടുത്താണ് പ്രിയാൻഷ് മടങ്ങിയത്. പഞ്ചാബ് ആദ്യ ഓവറിൽ 89 റൺസാണ് അടിച്ചെടുത്തത്. പിന്നാലെ പ്രസിമ്രാൻ സിംഗിനെ പഞ്ചാബ് നഷ്ടപ്പെടുത്തി. 23 പന്ത് നേരിട്ട താരം 42 റൺസ് എടുത്തു. 3-ാം വിക്കറ്റിൽ നേഹൽ വധേരയെ കൂട്ടുപിടിച്ച് ശ്രേയസ് അയ്യർ പഞ്ചാബ് സ്കോർ 150 കടത്തി. വധേരയും ശശാങ്ക് സിംഗും പുറത്തായതോടെ പഞ്ചാബ് 168-ൽ 4 എന്ന നിലയിലെത്തി. അർദ്ധ സെഞ്ചുറി തികച്ചതിന് പിന്നാലെ ശ്രേയസ് അയ്യർ വെടിക്കെട്ട് തുടർന്നതോടെ പഞ്ചാബ് കൂറ്റൻ സ്കോറിലേക്ക് തുടർന്നു. ഗ്ലെൻ മാക്സ്വെൽ നിരാശപ്പെടുത്തിയെങ്കിലും മാർക്സ് സ്റ്റോയിൻസ് ടീം സ്കോർ 245-ലെത്തി. ശ്രേയസ് അയ്യർ 36 പന്തിൽ നിന്ന് 86 റൺസ് എടുത്ത് പുറത്തായി. സ്റ്റോയിനിസ് 11 പന്തിൽ നിന്നും 34 റൺസ് എടുത്തു. ഒടുക്കം നിശ്ചിത 20 ഓവറിൽ പഞ്ചാബ് 6 വിക്കറ്റ് നഷ്ടത്തിൽ 245 റൺസ് എടുക്കുകയും ചെയ്തു.